ഓഫ്ലൈൻ കോച്ചിങ് ഒന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ എൻട്രി എന്ന പ്ലാറ്റ്ഫോമിൽ തിരഞ്ഞെടുത്തത്. എൻട്രിയിലെ എല്ലാ ക്ലാസ്സുകളും സൈക്കോളജി, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ എല്ലാ ക്ലാസ്സുകളും എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റ് നടത്തിയപ്പോഴാണ് എൻ്റെ ഓരോ പോർഷൻസ്, പീക്കായിട്ടുള്ള പോർഷൻസ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയതും പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചതും. നമസ്കാരം, എൻ്റെ പേര് അഞ്ജു ബാലചന്ദ്രൻ. ഇക്കഴിഞ്ഞ കൊല്ലം LPSTയുടെ റാങ്ക് ലിസ്റ്റിൽ 113ാമത്തെ റാങ്ക് കിട്ടി. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമാണ് അധ്യാപികയാവുക എന്നത്. അതിനെന്നെ ഒരുപാട് സഹായിച്ചത് എൻട്രി ആപ്പാണ്. ഞാനിപ്പം കറണ്ടായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. മാത്രമല്ല LPയുടെ നോട്ടിഫിക്കേഷൻ ടൈമിൽ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഓഫ്ലൈൻ കോച്ചിങ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കംപ്ലീറ്റ്ലി എൻട്രിയുടെ ക്ലാസ് മാത്രം ഫോളോ ചെയ്താണ് ഞാൻ മുന്നോട്ട് പോയത്. എല്ലാ ക്ലാസ്സുകളും വളരെ നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മോക്ക് എക്സാംസും ഒത്തിരി ഹെൽപ്പ് ആക്കിയിട്ടുണ്ട്. എൻ്റെ വീക്ക് പോയിന്റുകൾ എന്നെ കണ്ടുപിടിക്കാൻ സഹായിച്ചു. അത് ഇമ്പ്രൂവ് ആക്കാനും സഹായിച്ചത് എൻട്രി എന്ന പ്ലാറ്റ്ഫോമാണ്. ഇപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഈ 113 എന്ന റാങ്കിലേക്ക് എത്തിയതിൽ. LPSTയുടെ പഠനകാലത്ത് ഞാൻ കോൺട്രാക്ട് ബേസിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം നമുക്ക് ഫുൾ ടൈം ഇരുന്ന് പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അതിൻ്റെ കൂടെ തന്നെയായിരുന്നു സെക്കൻഡ് പ്രഗ്നൻസിയും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ നന്നായിട്ടുണ്ടായിരുന്നു. വേറെ ഓഫ്ലൈൻ കോച്ചിങ് ഒന്നും പറ്റിയിട്ടില്ല. ഓഫ്ലൈൻ കോച്ചിങ് ഒന്നും പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ എൻട്രി എന്ന പ്ലാറ്റ്ഫോമിൽ തിരഞ്ഞെടുത്തത്. എൻട്രിയിലെ എല്ലാ ക്ലാസ്സുകളും സൈക്കോളജി, കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ എല്ലാ ക്ലാസ്സുകളും എനിക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മോക്ക് ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റ് നടത്തിയപ്പോഴാണ് എൻ്റെ ഓരോ പോർഷൻസ്, പീക്കായിട്ടുള്ള പോർഷൻസ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയതും പിന്നെ അത് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചതും. ലൈവ് ക്ലാസ്സുകൾ ചില സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ പിന്നെ കണ്ടാണ് LPSTയിലേക്ക് എത്താൻ പറ്റിയത്. ഓഫ്ലൈൻ കോച്ചിങ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എൻട്രി എടുത്തത്. അപ്പോൾ നമുക്ക് വർക്കുള്ള സമയത്ത് കൂടുതൽ നേരം നമുക്ക് കേട്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം, പിന്നെ വീട്ടിലേക്ക് പോകുന്ന ബസ്സിലിരിക്കുന്ന സമയം, അപ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ ഇയർഫോൺ വെച്ച് ക്ലാസ്സുകൾ കേൾക്കുമായിരുന്നു. പിന്നെ രാത്രിയിലും വൈകിയൊക്കെ കേൾക്കുന്നത്. മാത്രമല്ല ഈ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അധികം നേരം ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പം കിടന്നുകൊണ്ടാണ് ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത്. നോട്ട്സും പിന്നെ സമയം അനുസരിച്ചായിരുന്നു ഞാൻ എഴുതി വെക്കുന്നത്. ഒരു ജോലി എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്നത് വലിയൊരു കാര്യമാണ്. നമ്മുടെ കാര്യങ്ങൾക്കായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും മാത്രമല്ല പാർട്ട്ണർക്കൊരു സഹായമായിട്ടായാലും ഒരു ജോലി വളരെ നല്ലൊരു കാര്യമാണ്. നമുക്കൊരു ആത്മവിശ്വാസം വളരെയധികം കിട്ടുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റിയാൽ. അപ്പോൾ അതിന് ഒരുപാട് നന്ദിയുണ്ട് എൻട്രിയോട്. ഇങ്ങനെ LPST 113ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചതിന് എല്ലാവർക്കും ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. കാരണം നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്, പുറത്തുപോയി പഠിക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ ആയാലും നമുക്കത് പഠിച്ച് തീർക്കാൻ പറ്റും പോർഷൻസ്. ഇപ്പം ലൈവ് ക്ലാസ്സുകളായാലും അല്ലെങ്കിൽ അത് അപ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് നമുക്ക് തരും. അങ്ങനെയൊക്കെ നമുക്ക് കുറേ നല്ല കാര്യങ്ങൾ ഇതിൽ കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ എല്ലാ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും നമുക്ക് വർക്ക് ചെയ്യുന്നവർക്കായാലും പുറത്തു പോയി പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിച്ചാൽ നല്ലൊരു അനുഭവമാണ് കിട്ടുന്നത്. നമുക്ക് ബാക്കി ഇപ്പോൾ എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം മോക്ക് എക്സാമുകൾ നിരവധി എക്സാമുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനും നല്ലതായിട്ട് മെയിൻ എക്സാം എത്തുമ്പോഴത്തേക്ക് പോകാനും പറ്റും. അധ്യാപിക എന്നുള്ള ആഗ്രഹം നേരത്തെ തന്നെ ഉള്ളതാണ്. കാരണം നമ്മളെ LP ക്ലാസ് മുതൽ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ സ്വാധീനം വളരെയധികമാണ്. അപ്പോൾ അധ്യാപിക ആവണം എന്ന ഉറച്ചൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതാണ് ഒരു കോൺട്രാക്ട് ബേസിലായാലും ഒരു ജോലി കിട്ടിയിട്ടും LPST എന്നൊരാഗ്രഹം വിടാതെ നിന്നതും മുന്നോട്ട് പോയതും. PSCയുടെ ധാരാളം ഒഴിവുകൾ ഇനിയുണ്ട്. ഈ 3 വർഷക്കാലം LP UP മാത്രമല്ല ബാക്കി എല്ലാ മേഖലകളിലും ഒഴിവുകൾ ധാരാളം വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നേരുന്നു.